പറഞ്ഞ പോലെ പർദ്ദയ്ക്കുള്ളിൽ അടങ്ങി ജീവിക്കല്ല, ഒതുക്കി ജീവിക്കുക. എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം. ഇപ്പോൾ ഇമേജസ് വരുന്ന കാര്യം പറഞ്ഞല്ലോ സൈറ്റിലൊക്കെ. അപ്പോൾ ഇതിന് മുമ്പുള്ള, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ പേരുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇമേജസ് പോകുമ്പോൾ അവരെ ഏത് രീതിയിലാണ് സമൂഹം കാണുന്നത് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും അങ്ങനെ ഒരു സൈറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ സൈറ്റിലേക്ക് നമുക്കും കൂടെ പോവാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ അവരെ ഫാമിലീസ് നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഓഹോ, അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്, ഫാമിലി ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അവർ ഷൂട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? മനുഷ്യനായ കുറച്ച് മാന്യനൊക്കെ വേണം എന്ന് തോന്നി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറേ റീൽസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോലും ഇപ്പോൾ പിള്ളേരുടെ ചിലപ്പോൾ നമുക്ക് പ്രൈവസി എന്നുള്ള രീതിയിൽ പിള്ളേരെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഒരിക്കൽ പോലും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് പോലും കൂടെ നിൽക്കാറില്ലല്ലോ, ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. അതെ, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്കൂളിലെല്ലാം പവർ ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളിയുടെ ഫേസ് വരണ്ട എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരിക്കൽ പോലും അതിന് ശേഷം ഫാമിലിയിൽ നിന്ന് ആരും വിളിച്ചിട്ടേ ഇല്ലേ? വിളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന്, അല്ലാണ്ട് അങ്ങനെ കോൾസ് ഒന്നും വരാറില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഫാമിലി ഞാൻ ചോദിച്ചത്, പാരന്റ്സ് ആരും ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല? ഇല്ല. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. പക്ഷേ എനിക്ക് അനിയത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ, വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് മാത്രമാണ് എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നൊരു സംഭവം, അവളെ മാത്രമാണ്. പക്ഷേ ഒരിക്കലും അവൾ എന്നിട്ട് ഇനി മിണ്ടില്ല എന്നുള്ളത് എനിക്കറിയാം, എന്നിട്ട് സംസാരിക്കില്ല എന്നുള്ളത് അറിയാം. കാരണം അവൾ ആ ഒരു കാറ്റഗറിയിൽ ജീവിക്കുന്നൊരു കുട്ടിയാണ്. നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോൾ 9 വഴി തുറക്കുന്നല്ലേ. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇങ്ങനെ ചെയ്യുന്നതല്ല, നോർമൽ സിനിമ ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇമേജസ് പല സൈറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ അറിയാവുന്ന ആളുകൾ, ഇപ്പൊ ഫേസ് റിവീൽ ചെയ്തതിനു ശേഷം നമുക്ക് അറിയാവുന്ന സറൗണ്ടിങ്സിലുള്ള കുറെ ആളുകൾ, നമ്മുടെ പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇവരൊക്കെ കാണുമ്പോൾ ഓക്കെ ഇത് അവളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കൊച്ചിലെ ഒരു ചോദ്യം വരുമല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ ചിത്ര, നാട്ടിൽ നിന്ന് ആരും കോണ്ടാക്ട് ഇല്ല. അത് ഏറെക്കുറെ എനിക്കൊരു സമാധാനമായിട്ട് തോന്നാറുണ്ട്. കാരണം എന്തായാലും അവർ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പെയ്ഡ് ഫോട്ടോസ് അവർ കോപ്പി ചെയ്തിട്ട് വാട്സപ്പ്, ടെലഗ്രാം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് കേട്ടെ. അപ്പം അതിനകത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ടാവും. അതെ, അതാ ഞാൻ പറഞ്ഞത്, അവർ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. കോണ്ടാക്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ എന്തായാലും, അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. അതെ, അപ്പോൾ അവരുടെ കയ്യിലും ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾ, അവരുടെ ഫോണിലും ഈ ഫോട്ടോസ് എത്തും. അപ്പൊ അവന്റെ വൈഫല്ലേ അല്ലെങ്കിൽ ഈ ആളുടെ വൈഫല്ലേ എന്നൊരു ചോദ്യം. അതെ 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 അതെ, സത്യം. അത് എനിക്കും ഹസ്ബൻഡിനും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള, എൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേർ തന്നെ ഉണ്ട്, ഒരു 4-5 പെൺപിള്ളേരുണ്ട്. അവരെ ഹസ്ബൻഡ്സിനും ഇതുപോലെ ഫോട്ടോസ് എത്തിയിട്ട് എനിക്ക് അവർ വിളിച്ചിരുന്നു. ആദ്യമേ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ ഏത് നിമിഷം ഫോട്ടോ എത്തിയേക്കാം മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. എൻ്റെ ധൈര്യം സമ്മതിച്ചു എന്ന് മാത്രമാണ് അവർ തന്ന മറുപടി. കാരണം ആ നാട്ടിൽ ജീവിക്കുന്നവരും ഈ പറഞ്ഞ പോലെ പർദ്ദയ്ക്കുള്ളിൽ അടങ്ങി ജീവിക്കല്ല, ഒതുക്കി ജീവിക്കുക. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. ഇപ്പൊ ഈ പെയ്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ ഈ റേറ്റ് അല്ലെങ്കിൽ അതൊക്കെ കോസ്റ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാ? നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കണം, അപ്പൊ എന്റെ ഈ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഈ ഇപ്പൊ ശരീരം കാണുന്ന ന്യൂഡ് ഫോട്ടോസ് ആയിരിക്കുമല്ലോ, അതിന് നമ്മൾ തന്നെ ഒരു വില നിശ്ചയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഇത്ര ഒരു ഓൾറെഡി അങ്ങ് കട്ടായി പോകും.
അപ്പോൾ അത് ഇതാക്കിയിട്ട് ഞാൻ ഇതാക്കും. എൻ്റെ പ്രൊഫഷനാണത്. ഉറപ്പാടാം, പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, എൻ്റെ പ്രൊഫഷനാണത്. അപ്പോൾ അതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഓക്കെ, നമ്മൾ ബാക്കി എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് പോലെ ഒരു കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, സിനിമയിൽ കുറേ അപ്രോച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആരുടെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേര് റിവീൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അല്ല ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ അത് ഇല്ല, അവർക്ക് എനിക്ക് ഭാവിയിൽ എന്തായാലും അവർക്ക് മുന്നിൽ ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് വെബ് സീരീസ് ഇട്ടിട്ട് അവരൊന്ന് കാണട്ടെ. വെബ് സീരീസിന് പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്. ഹസ്ബൻഡ് ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണോ? അതെ, ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പള്ളിയിൽ പോകുന്നതിന് വേറെ വിലക്കൊന്നുമില്ല? ഇല്ല, പുള്ളിക്ക് പള്ളിയിൽ പോകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കാന്ന് പറഞ്ഞാൽ ദൈവം അന്ന് പുറത്താക്കിയതല്ലല്ലോ. ഈ കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യരല്ലേ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ഈ മനുഷ്യരല്ലേ പുറത്താക്കിയിട്ടുള്ളത്. ചേച്ചി ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ആ വാക്ക് മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. മെസ്സേജ് പോലും ചോദിച്ചിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഇല്ല, ആളുകൾക്ക് വിവരം വെച്ചു ചിത്ര. ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? അതെ, ഇത് എല്ലാ പ്രൊഫഷനും പോലെ ഇതൊരു പ്രൊഫഷൻ ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പോലും റിപ്ലൈ കൊടുക്കാതെ ഇൻസ്റ്റയ്ക്കകത്ത് പറഞ്ഞ ചേച്ചിനെ കിട്ടത്തില്ല എന്നുള്ള. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എവിടെന്നെങ്കിലും ഈ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, ഭീഷണികൾ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരാളാണ്? ഇല്ല. കാരണം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും കണ്ടിട്ടില്ലേ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി വരുന്നവർക്ക് പലതരത്തിലുള്ള ഭീഷണികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല? ഇല്ല. അവിടെ നിന്ന് പുറത്താക്കി നേരെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും ഇവിടെ ആയിട്ട്? ഒരു 3-4 വർഷമായി ആയിട്ടുണ്ട്. ഓക്കെ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇനി സിനിമയിലേക്ക് ഇല്ല എന്നുള്ളൊരു തീരുമാനമാണ്? സിനിമ നോക്കുന്നില്ല? സിനിമ നല്ല രീതിയിൽ വിളിക്കുകയാണെങ്കിൽ സിനിമ ചെയ്യും. കൂടുതലൊന്നും പറയരുത്, ഞാൻ കൂളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്, അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പൊ മലപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ന്യൂസുകൾ നമ്മളും കേൾക്കുമല്ലോ, ഇങ്ങനെ പെയ്ഡായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ആ സമയത്തൊക്കെ അവരോടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മനോഭാവം എന്തായിരുന്നു? അവർ നെഗറ്റീവായിട്ടാണോ കണ്ടുകൊണ്ടിരുന്നേ? ആ സമയത്ത് സത്യത്തിൽ ഇങ്ങനെയുള്ളതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അറിയത്തില്ല. പിന്നെ ഒരു കുറച്ചുകൂടെ വളർന്ന സമയത്താണ് സണ്ണി ലിയോൺ അങ്ങനെയുള്ള ആളുകളെ, പക്ഷെ അതിലൊന്നും ഒരു നെഗറ്റീവും എനിക്കെന്നല്ല, ഞങ്ങൾ ഫ്രണ്ട്സുകൾ ഒരുമിച്ച് പറയും ഈ പുള്ളിക്കാരി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന, അതിനെന്താ. ഇപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടേ കൂടെ പഠിച്ചിരുന്ന ആളുകളോ ആരെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഫോട്ടോസ് കണ്ടിട്ട് കൂടെ പഠിച്ചിരുന്നവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും. ഒരു തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യോ? ഏത് കാര്യത്തിനും അതിൻ്റെതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അക്സെപ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്നുള്ളതല്ല. പോവാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. ഇനി ഇങ്ങനെ തന്നെ പോവാനാണ് ഇപ്പൊ ഹാപ്പിയാണ്? ഇപ്പൊ ഹാപ്പിയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇങ്ങനെ പോവാനാണ് താല്പര്യം. ഓക്കെ, എൻ്റെ ഫാമിലിയിൽ ഞാൻ ഹാപ്പിയാണ്. ഹസ്ബൻഡിന് എന്താ ജോലി? ഹസ്ബൻഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ. കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു ഫീൽഡിൽ വന്നതിന്റെ പേരിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ട് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്നൊരു തോട്ട് ഉണ്ടായിട്ടില്ല? ഇല്ല, അത്രയും ചിന്തിച്ചിട്ട് തന്നെയാണ് ഇത് തെരഞ്ഞെടുത്തത്. ഞാൻ ചിത്രക്ക് മുന്നിൽ ഇരിക്കുന്നതും ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വന്നതുകൊണ്ടല്ലേ. ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ടല്ലേ. വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്? ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഷൂട്ട് ഓവർ ആയതുകൊണ്ട് ടൈമില്ല എന്നുള്ളു. ഷൂട്ട് ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്നു, അപ്പൊ അതിന്റെ തിരക്കിൽ ടൈമില്ല എന്നുള്ളു. യൂട്യൂബിൽ ഇപ്പൊ എങ്ങനത്തെ വ്ളോഗ്സ്? ഫാമിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനത്തെ വ്ളോഗ്സ് ഉദ്ദേശിക്കുന്നത്? അതാ എന്റെ ലൈഫ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ.
ഓക്കെ, ഞാൻ മുൻപ് സൂയിസൈഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ആണോ? അല്ല, ഞാനും ഹസ്ബൻഡും കൂടെ രണ്ടുപേരൂടെ. പിള്ളേരൊക്കെ ആവുന്നതിന് മുമ്പാണോ? പിള്ളേരായതിനു ശേഷം. പിള്ളേർ നമ്മളോടല്ല, നാട്ടുകാർക്കും ഈ കമ്മ്യൂണിറ്റി പ്രോബ്ലമൊക്കെ അവർക്ക് നമ്മളോടല്ലേ ഉള്ളൂ. പിള്ളേരവർ വന്ന് കൊണ്ടുപോകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ മകനെ അമ്മയെന്ന് വിളിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറിയതാണ് സത്യത്തിൽ. ഇപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ. അപ്പോൾ ആ ഡേയും ഇപ്പോൾ അന്ന് വന്നൊരു ദിവസവും ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു ദിവസവും കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അന്ന് നാട്ടിൽ നിന്ന് വന്നു. ഹസ്ബൻഡിന് റെസ്റ്റോറൻറ്റിലായിരുന്നു ജോലി. മലപ്പുറത്ത്? അല്ല, ആദ്യം ആൾ സൗദിയിലായിരുന്നു. അവിടുന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒന്നിന് മാത്രമല്ല, മാറി മാറി പല റെസ്റ്റോറൻറ്റിലും നമ്മളെ, അതായത് ദൈനംദിന ചിലവ് കഴിഞ്ഞു കൂടാൻ എന്ന് തന്നെ പറയാം. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് സ്റ്റില്ലും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താവുന്നതും നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും ആ ഒരു. നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ സിറ്റുവേഷനിൽ എത്തുന്നത്. പിന്നെ ജോലിയിലാണെങ്കിലും ആ ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും വന്നു. കാരണം അത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, നാട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരൂടെ ഒരു ദിവസം, കാരണം വീട്ടിൽ വിളിച്ചിട്ട് അവരും ഉമ്മ എടുക്കും. എൻ്റെ ചേട്ടൻ്റെ ഉമ്മ കോളെടുത്തിരുന്നു. എൻ്റെ ഉമ്മ വിളിച്ചിട്ട് കോളെടുക്കാൻ ബ്ലോക്കായിരുന്നു. എന്താ പ്രശ്നം? പ്രശ്നം നിസ്സാരം. ഉമ്മയാണേലും ഉപ്പയാണല്ലോ കേട്ടോ. ഉപ്പാനായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല, ഉമ്മനായിട്ടാണ് കോണ്ടാക്റ്റ് ഉള്ളത്. ഉമ്മക്ക് വിളിച്ചിട്ട് കോളെടുക്കുന്നില്ല. ഇതുപോലെ നാട്ടിലോട്ട് പോവാം, ഇനി മതി ഇത് നിർത്തിയിട്ട് നാട്ടിലോട്ട് പോവാം എന്നുള്ളൊരു ഇതിലെത്തിയപ്പോഴാണ് വിളിച്ചു നോക്കിയത്. അപ്പോൾ കോളെടുത്തില്ല. ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മതി, നിർത്തിയിട്ട് അങ്ങ് മേടിച്ചാലോ, പിള്ളേരവർ നോക്കും. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. പിള്ളേർ ഉറങ്ങി എന്നുള്ള ധാരണയില്ല രണ്ടുപേരൂടെ നിന്ന്. പക്ഷേ രണ്ടാമത്തെ മകനെ വന്നിട്ട് വിളിച്ചു. അപ്പോൾ ഒരു ധൈര്യം അങ്ങ് വന്നു. അവൻ വിളിച്ചപ്പോൾ എന്തിന്, ആർക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് അല്ലേ, പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൂടെ. അതിൻ്റെ മുന്നേ എനിക്കിങ്ങനൊരു ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിൻ്റെ ഇത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഇത് തിരഞ്ഞെടുത്തോട്ടെ. അപ്പോൾ രണ്ടുപേർക്കും സത്യത്തിൽ അന്ന് നല്ല ടെൻഷനായിരുന്നു. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. ഇത് തിരഞ്ഞെടുത്താൽ എന്ത് പറയും, ഈ ഷോർട്സ്, ക്ലെവേജസ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ട് കണ്ട ജനങ്ങൾ എന്ത് പറയും? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ മരിക്കാൻ തീരുമാനിച്ചില്ലേ, മരിച്ചാൽ എന്ത് പറയും? അവർ സിനിമയിൽ കയറാൻ പോയിട്ട്, അവൾ ഭയങ്കര സിനിമ നടിയായിട്ട് അവൾ സൂയിസൈഡ് ചെയ്തു. എല്ലാവരെയും അവസാനം ഇത് തന്നെയാണെന്നല്ലേ പറയാം. അപ്പോൾ അതിലും ബെറ്ററായിട്ട് ഇത് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഇപ്പോൾ ഹാപ്പിയാണ്. അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ. ഈ മതം മാറിയ സമയത്തെ ഈ ഹിന്ദു മതത്തിലേക്ക് വന്നത് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു തോട്ടലാണോ? ഫ്രീഡം ഈ പറഞ്ഞ പോലെ മുസ്ലിംസിലും സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന ഒരിതാണ്. പക്ഷെ അതാരും സ്വീകരിക്കുന്നില്ല എന്നുള്ളൂ. നമുക്ക് ജോലി ചെയ്യാം, ജോലിക്ക് പോവാം, എന്തേലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം, ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഒരു മുസ്ലിം കൾച്ചർ. പക്ഷെ അതാരും ചെയ്യുന്നില്ല. എല്ലാവരും ആ ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്താൻ നോക്കുക എന്നുള്ളത്. എത്ര സ്ത്രീകൾ ഇപ്പോൾ മലപ്പുറത്ത് നിന്നാളോ, അവിടെയുള്ള എത്ര സ്ത്രീകൾ ഫ്യൂച്ചറിലോട്ട്, അതായത് അവരാഗ്രഹിച്ച രീതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രയോജനം ഉണ്ടായെന്നറിയും. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. പക്ഷെ ആരും വിടില്ല. കാരണം ചിറകിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒതുക്കി കൂട്ടി പറന്നു പോയാലോ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. കാരണം പെൺപിള്ളേർ മാറി എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഒരു 26, 27, 28, ഇപ്പോൾ 28 വരെ
അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല ഇപ്പൊ ഈ അമ്മയും അച്ഛനൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഇപ്പോൾ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ മക്കൾ ഡോക്ടർ ആവാൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഈ ആ ഒരു സെയിം കൈൻഡിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മക്കളെ പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്ന് ഭാവിയിൽ പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. മക്കളെ എന്നിൽ നിന്ന് അല്ല ഈ ഒരു പ്രൊഫഷൻ ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അത് ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മക്കൾ പറയുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യും? അവര് ജീവിതം അവരുതല്ലേ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ എൻ്റെ രക്ഷിതാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പേരൻസ് വിട്ടു നിൽക്കരുത്. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്താണേലും, ഇപ്പം ഞാനെന്നല്ല ആരാണേലും പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരുമിച്ച് നിൽക്കുക. രണ്ടാളും രണ്ട് വഴിക്കാണേലും, മീൻസ് രണ്ട് ജോലിയാണേലും ഇവർക്ക് ഇഷ്ടമില്ലാത്തവും ചിലപ്പോൾ ഇവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമില്ലാത്തവും ഇവർ ചെയ്യുന്നത്, എന്നാലും ഫാമിലി ഒരുമിച്ച് വേണം. പോവാന്ന്